നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ആണ്. ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് എന്ന് പറയുന്ന ഒരു മെഷീൻ കമ്പോണൻ്റ് ആണ്. റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ കമ്പോണൻ്റ് ആണ് ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് എന്ന് പറയുന്നത്. അതിനൊരു ക്വാർട്ടർ പോർഷൻ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് ഈ തന്നിരിക്കുന്നതിൻ്റെ ഫ്രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് എന്ന് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് കമ്പോണൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഫിക്സഡ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ടേബിളിൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അതൊക്കെ എന്ത് ചെയ്യാണ്, ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഫ്ലോറിലോ ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ബിയറിംഗ് ആണ് ത്രസ്റ്റ് ബിയറിംഗ് ആണ് ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ്. ത്രസ്റ്റ് ബിയറിംഗ് എന്ന് പറയാൻ കാരണം ഇത് ഈ ആക്സിസിന് പാരലായിട്ടാണ് ഈ ഷാഫ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ആക്സിസ് അക്രോസ് ഷാഫ്റ്റിൻ്റെ ആക്സിസ് ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ആക്സിസിന് പാരലായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. ലോഡ് ഈ കമ്പോണൻറ്റിൽ വരുന്നത് ആക്സിസിന് പാരലായിട്ടായിരിക്കും ലോഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ത്രസ്റ്റ് ബിയറിംഗ് എന്ന് പറയുന്നത്. ത്രസ്റ്റ് ബിയറിംഗ് അപ്പോൾ ഇത് ആക്സിസിന് പാരലായിട്ട് വരുന്നത് കൊണ്ടാണ്. ഇത് കൂടാതെ ഒരു സ്ലൈഡിങ് കോണ്ടാക്ട് ബിയറിംഗ് ആണ്. ഇത് തമ്മിൽ എന്താണ് സ്ലൈഡിങ് കോണ്ടാക്ട്, ഷാഫ്റ്റും ഈ കമ്പോണൻ്റ് പറയുന്ന പേര് ബുഷ് എന്നാണ് ഇൻസൈഡ് ഇരിക്കുന്നത്. ആ ബുഷും ഷാഫ്റ്റും തമ്മിൽ സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ അത് കാരണം ഇവിടെ നമ്മൾ ഒരുപാട് വിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കമ്പോണൻ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യാം വേണമല്ലോ. അപ്പോൾ അതാണ് ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ ഇത് ഏറ്റവും ബോട്ടത്തിൽ പാഡ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. അതുകൂടാതെ സ്നഗ്, ഈ ബുഷിനെയും പാഡിനെയും മെയിൻ ബോഡിയായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന കമ്പോണൻ്റാണ് സ്നഗ് എന്ന് പറയുന്നത്. മെയിൻ ബ്ലോക്ക്, ഇതിന് നമ്മൾ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ആ ബ്ലോക്കിനകത്ത് ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നു. ആ ബുഷും പാഡും ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത് റൊട്ടേറ്റ് ചെയ്യാതിരിക്കുന്നില്ലെങ്കിൽ ഈ ബുഷും പാഡും ഷാഫ്റ്റിൻ്റെ ഒപ്പം റൊട്ടേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പോണൻ്റാണ് സ്നഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് isometric view of a footstep bearing is shown in figure. Draw the following views of the bearing. Right half section elevation in the direction of F and top view. ഇപ്പോൾ ഇത് നമുക്ക് വരയ്ക്കേണ്ടത് അതിൻ്റെ എന്താണ് റൈറ്റ് ഹാഫ് സെക്ഷൻ്റെ വ്യൂ വരയ്ക്കണം. അതുകൂടാതെ ടോപ്പ് വ്യൂ വരയ്ക്കണം. അപ്പോൾ ഈ രണ്ട് വ്യൂസാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുക, ഡയമെൻഷൻസ് എല്ലാം നോക്കുക, ഓവറോൾ സൈസ്. ഇപ്പോൾ പ്ലാൻ വ്യൂവും വരയ്ക്കണം, ഫ്രണ്ട് വ്യൂവും വരയ്ക്കണം. അപ്പോൾ ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ താഴെ പ്ലാൻ വരയ്ക്കാനുള്ള സ്പേസ് ഇട്ടതിന് ശേഷം സെൻട്രൽ ലൈൻ വരയ്ക്കുക. സെൻട്രൽ ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഓവറോൾ ഡയമെൻഷൻസ്, ഇപ്പോൾ ഇവിടെ സെൻട്രൽ ലൈനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 120, റൈറ്റിലേക്ക് 120. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 240 ആണ് ബ്ലോക്ക്. കൂടാതെ 80 സെൻട്രൽ ലൈന് ഇവിടെ 80 ഉണ്ട്. അതുകൂടാതെ അതുപോലെ ഇപ്പുറത്തേക്കും 80 വരും. അപ്പോൾ 80 + 80 160 240 ആണ് അതിൻ്റെ ഓവറോൾ ഡയമെൻഷൻ ബ്ലോക്കിൻ്റെ. ഹൈറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിൻ്റെ ഹൈറ്റ് 20 ഉണ്ട്. അതുകൂടാതെ 75 + 18 ഇത്രയാണ് അതിൻ്റെ ഓവറോൾ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഡയമീറ്റർ ഉണ്ട് 100, ഔട്ടർ ബുഷിൻ്റെ ഔട്ടർ ഡയമീറ്റർ 100 ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡയമെൻഷൻസ് നോക്കുക. എന്നിട്ട് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ വരച്ച് തുടങ്ങി സെൻട്രൽ ലൈൻ ആദ്യം വരയ്ക്കുക. അതിനുശേഷം റൈറ്റിലേക്ക് 120 മാർക്ക് ചെയ്യുക. അതുപോലെ ലെഫ്റ്റിലേക്ക് 120 മാർക്ക് ചെയ്യുക. ഹൈറ്റ് എന്ന് പറയുന്നത് 20 ആണ്, ബേസിൻ്റെ ഹൈറ്റ് 20. ഇനി നമുക്ക് വേണ്ടത് ഈ പോയിന്റ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. അത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻട്രൽ ലൈൻ മുതൽ ഈ ബ്ലോക്കിൻ്റെ ഔട്ടർ വരെയുള്ള റേഡിയസ് എന്ന് പറയുന്നത് R60 ആണ്. ഇവിടെ തന്നിട്ടുണ്ട് R60. ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ഇതുവരെ R60 ആണ്. ഇപ്പോൾ റേഡിയസ് ആണ്, R മീൻസ് റേഡിയസ് 60 mm ആണ്. നമുക്കിവിടെ ടോട്ടൽ ലെങ്ത് എന്നുള്ളത് ഇവിടെ മുതൽ ഇതുവരെ 120 ആണ്. അപ്പോൾ ഇത് മുതൽ ഇതുവരെ 60 വന്നു കഴിഞ്ഞാൽ ബാക്കി അഗെയിൻ 60 ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് മുതൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 60, അതുപോലെ ഈ പോയിന്റ് മുതൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 60.
അത്രയും വരയ്ക്കുക. പിന്നെയുള്ള നമുക്ക് ഇതിൻ്റെ ഹൈറ്റാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഈ പോയിൻ്റ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 60 ആണ്. ഇതിൻ്റെ ഹൈറ്റ് വേണം. ഈ പോയിൻ്റ് ഇത്രയും ഹൈറ്റ്, ബ്ലോക്കിൻ്റെ ഹൈറ്റ്, ആ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 14, 46, 16. അപ്പോൾ ഇത് ഇത്രയും ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബ്ലോക്കിൻ്റെ ഹൈറ്റ് കിട്ടും. അപ്പോൾ അത്രയാണ് ഇനി അടുത്ത് വരയ്ക്കേണ്ടത്. 20 ഹൈറ്റ് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് 60 മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മുകളിൽ ഹൈറ്റ് 76 ഹൈറ്റുണ്ട്. അതുപോലെ ഇവിടെ ലെഫ്റ്റ് സൈഡിലും അത് കഴിഞ്ഞാൽ ഇവിടെ 20 ഹൈറ്റ് ഉണ്ട്. 20 ഹൈറ്റ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് 60 mm വരും. അത് കഴിഞ്ഞിട്ട് ഹൈറ്റ് 76. ഇതൊക്കെ ഇവിടെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സാധനങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഈ പോയിൻ്റ് 20 കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് 60 വരും. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 76. ഇപ്പോൾ ഇത്രയും മാർക്ക് ചെയ്യണം. ഇനിയുള്ളത് ഈ പോയിൻ്റ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ പോയിൻ്റ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ റേഡിയസ് ബ്ലോക്കിൻ്റെ ഇന്നർ റേഡിയസ് R40 എന്ന് തന്നിട്ടുണ്ട്. ഔട്ടർ റേഡിയസ് നമ്മൾ നേരത്തെ R60 കണ്ടു. അപ്പോൾ R60 മൈനസ് R40, അപ്പോൾ 20. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. 20 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് വരെയാണ് നമ്മളിവിടെ 76 വരച്ച് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് 20 മാർക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ ലൈൻ കിട്ടും. ഈ 20 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഫിഗർ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ 20 ഉണ്ട്. നമ്മൾ റൈറ്റ് സൈഡ് മാത്രമേ സെക്ഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സെക്ഷൻ ചെയ്യാത്തതുകൊണ്ട് ഈ ലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻറ്റർ പോയിൻ്റ് വരെ, ഈ സെൻട്രൽ ലൈൻ വരെ ഈ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കും. ഇവിടെ അകത്ത് നമ്മൾ ഈ പോർഷൻ സെക്ഷൻ എടുക്കുന്നതുകൊണ്ടാണ് ഈ തിക്നെസ് നമ്മളിവിടെ പറയേണ്ടി വന്നത്. 20 അകത്ത് റേഡിയസ് കാണിക്കേണ്ടി വന്നത്. അല്ലാതെ നമ്മൾ സെക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ ഈ ലൈൻ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഔട്ടർ 60-ലിരിക്കുന്ന ലൈൻ. അത് ഈ പോയിൻ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. അത് നമുക്ക് വരച്ച് ജോയിൻ ചെയ്യാം. നമ്മൾ അടുത്ത് വരയ്ക്കേണ്ടത് ഈ പോയിൻ്റ് വരെയാണ് നമ്മൾ വരച്ച് നിർത്തിയിരിക്കുന്നത്. ഇതിന് താഴോട്ടുള്ള ഒരു ലൈനുണ്ട്. ഇവിടെ ഒരു റെക്സസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 2 mm ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഈ റെക്സസും ഈ ഗ്യാപ്പും ഒക്കെ കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് ബുഷിൻ്റെ സീറ്റിങ്ങിന് വേണ്ടിയിട്ടും അതുകൂടാതെ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ റെക്സസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റെക്സസിൻ്റെ ഡീറ്റെയിൽസ്, ഇത് അതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 mm ആണ്. ഹൈറ്റ് 46 ആണ്. ഇനി ടോപ്പിൽ നിന്ന് 16 mm മാറി താഴോട്ടാണ് ഈ റെക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ആ റെക്സസിൻ്റെ പോർഷൻ വരച്ചതിന് ശേഷം താഴെ വരച്ച് ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ റെക്സസിൻ്റെ പോർഷനാണ് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. റെക്സസിൻ്റെ വരച്ചിട്ടുണ്ട്. അപ്പോൾ റെക്സസിൻ്റെ ഡിസ്റ്റൻസ് ഈ പോയിൻ്റ് മുതൽ ഇതുവരെ ഉള്ള വാല്യൂസ് എന്ന് പറയുന്നത് 16 mm ആണ്. ഈ പോയിൻ്റ് മുതൽ ഇതുവരെ ഉള്ള ഡിസ്റ്റൻസ് 46 ആണ്. ഈ പോയിൻ്റ് മുതൽ ഇതുവരെ 14 mm ആണ്, 14. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് 4 mm ആണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇൻസൈഡ് റേഡിയസ് കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് ആ ബുഷിൻ്റെ ഇൻസൈഡ് റേഡിയസ് എന്ന് പറയുന്നത് R30 ആണ്. അത് കൂടാതെ ഈ ബുഷിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ബുഷിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 mm ആണ്. 12 mm ആണ് ബുഷിൻ്റെ ഹൈറ്റ്. അപ്പോൾ 12 mm ബുഷിൻ്റെ ഹൈറ്റ്. ബുഷിനകത്ത് ഒരു റെക്സസ് ഉണ്ട്, ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇത് ഓയിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഓയിൽ സ്റ്റോർ ചെയ്ത് നിർത്താൻ വേണ്ടി അകത്തൊരു ഡയമീറ്റർ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അകത്ത് ഡയമീറ്റർ എന്ന് പറയുന്നത് 80 ആണ്, പുറത്തത് 100 ആണ്. ഈ ഡയമീറ്റർ വേരിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഓയിൽ ലൂബ്രിക്കേഷന് വേണ്ടി, ഷാഫ്റ്റിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടി ഓയിൽ ഫില്ല് ചെയ്ത് നിർത്തിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ബ്ലോക്കിൻ്റെ പോയിൻ്റ് മുതൽ ബുഷിൻ്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് 18 mm ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
12 mm ആണ്. അകത്ത് ആ ഡയമീറ്റർ വേരിയേഷനുള്ള പോർഷൻ്റെ തിക്നെസ് 12 mm ആണ്. ഔട്ടറിൽ ബ്ലോക്ക് മുതൽ ബുഷ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 18 ആണ്. കൂടാതെ ബുഷിൻ്റെ ഔട്ടറിലുള്ള ഡയമെൻഷൻ 100 ആണ് ഡയ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് ഈ സെൻട്രൽ ലൈൻ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഇതെന്ന് പറയുന്നത് 50 mm ആണ്. ആ 50 mm ഈ ഹൈറ്റ് കാണിക്കുക. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 18 mm. 18 mm ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റർ പോയിൻ്റ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ഇവിടെ ഔട്ടർ ഡയ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി 50. സെൻറ്റർ പോയിൻ്റ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 50 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 18 mm ആണ്. അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞാൽ ബുഷിൻ്റെ ഔട്ടർ ആണ് വരച്ചിരിക്കുന്നത്. ബുഷിൻ്റെ ഔട്ടർ പോർഷൻ ഈ ഹൈറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 18 mm ആണ്. ഈ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ഔട്ടർ വരെയുള്ള ഡിസ്റ്റൻസ് 50 ആണ്. 100.5 50 ആണ് വരുന്നത്. ഇനി നമുക്കുള്ളത് ഈ തിക്നെസ് ഇവിടെ കാണിക്കണം. ഈ തിക്നെസ് എന്ന് പറയുന്നത് ഈ പോയിൻ്റ് മുതൽ ലെഫ്റ്റിലേക്ക് ആ തിക്നെസ് കാണിക്കുക. ആ തിക്നെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസൈഡ് ഡയ എടുക്കുക. ഇൻസൈഡ് ഡയ 80 ആണ്. 100 - 80 20 വരും. 20 എന്ന് പറയുന്നത് ഇവിടെ രണ്ട് പോർഷനിൽ വരും. ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. അപ്പോൾ തിക്നെസ് എന്ന് പറയുന്നത് 10 mm. ലെഫ്റ്റിലേക്ക് 10 mm. ഡൗൺവേർഡ്സ് ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 mm ആണ്. ഇവിടെ തന്നിട്ടുണ്ട്. സെൻറ്റർ പോയിൻ്റ് മുതൽ താഴേക്ക് ഈ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് 12 mm ആണ്. ഇപ്പോൾ ഇവിടെ 10 താഴേക്ക് 12 ഇത്രയും വരയ്ക്കും. ഇത്രയും ഡയമെൻഷൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരച്ച് നിർത്തിയിരിക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. ഇനി ഇൻസൈഡ് ബുഷിൻ്റെ ഇൻസൈഡ് റേഡിയസ് എന്ന് പറയുന്നത് R30 ആണ്. R30യുടെ ലൈൻ വരയ്ക്കണം. R30യുടെ ലൈൻ വരയ്ക്കണം. ഈ പോയിൻ്റ് മുതൽ ഈ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സെൻട്രൽ ലൈൻ മുതൽ ഈ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R30 ആണ്. R30. അപ്പോൾ അത് നമ്മൾ ഇവിടെ വരയ്ക്കണം. ഈ എഡ്ജ് മുതൽ സെൻട്രൽ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 mm ആണ്. അപ്പോൾ ഈ പോയിൻ്റാണ് നമ്മൾ വരച്ച് നിർത്തിയിരിക്കുന്നത്. പോയിൻ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ലൈനിൽ നിന്ന് 30 ഈ റേഡിയസിൻ്റെ പോയിൻ്റാണ് വരച്ചിരിക്കുന്നത്. ഇത് നമ്മൾ താഴെ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ ഇത് ബുഷാണ്. ഈ ബുഷിൻ്റെ എൻഡ് ഈ ബുഷും ഈ താഴെ ഇരിക്കുന്ന പാഡും ഈ ബ്ലോക്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് സ്നഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്റർ 6 ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 12 mm ആണ്. അപ്പോൾ അത് ഏതാണ്ട് ഈ സെൻറ്റർ പോയിൻ്റിൽ 6 mm താഴോട്ടും 6 mm മേളിലും. അതുകൂടാതെ ഈ ബുഷിൻ്റെ ലൈൻ വരുന്നത് ഈ സ്നഗിൻ്റെ സെൻട്രൽ ലൈനായിട്ട് വരും. അത് ആ പോർഷൻ ബ്ലോക്കിലും ആ പോർഷൻ ബുഷിലും ഈ പാഡിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഇനി ഈ സ്നഗ്ഗാണ് വരയ്ക്കേണ്ടത്. സ്നഗ് വരയ്ക്കാനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു 2 mm ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബുഷിൻ്റെ ഈ പോർഷനിൽ ഒരു 2 mm ഗ്യാപ്പ് ഉണ്ടാവും. ഈ പാഡ് എന്ന് പറയുന്നത് ഗ്യാപ്പ് ഇല്ലാതെയാണ് ഇതിനകത്ത് സ്നഗിൻ്റെ ആയിട്ട് ടച്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം ബുഷിൻ്റെ അവിടെ ആണെങ്കിൽ 2 mm ഗ്യാപ്പ് വരും. ഒരു പോർഷൻ മേളിലും ഗ്യാപ്പ് വരും, താഴെയും ഗ്യാപ്പ് വരും. അപ്പോൾ ഈ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പോൾ ഈ പോർഷൻ ഈ സ്നഗ്ഗാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. സ്നഗ് വരയ്ക്കാൻ വേണ്ടി ഈ പോയിൻ്റ് ഈ ലൈൻ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ 20 ഹൈറ്റിൽ വരച്ചിരിക്കുന്ന ലൈൻ വരുന്ന പോയിന്റിലാണ് ഇത് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ മീറ്റ് ചെയ്യുന്നിടത്ത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 ആണ്. 6 mm താഴോട്ടും 6 mm മേളിൽ വരികയും ആ പോർഷനാണ് ഇനി വരയ്ക്കേണ്ടത്. ഇതാണ് സ്നഗിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഹൈറ്റ് 12 mm, ഡയമീറ്റർ എന്ന് പറയുന്നത് 6. ഈ ലൊക്കേഷൻ ഈ ലൈൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതുകൂടാതെ ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിഡ് പോയിൻ്റ് കിട്ടും. ആ മിഡ് പോയിൻ്റ് എടുത്തിട്ടാണ് ഈ സ്നഗ് വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇവിടെ ഒരു 2 mm ഗ്യാപ്പുണ്ട്. അതുകൂടാതെ ഇവിടെ 2 mm ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഇവിടെ കാണിക്കണം.
ഇതാണ് 2 mm ഗ്യാപ്പ്. ഈ ബേസ് ലൈനിൽ നിന്ന് മുകളിലേക്ക് 2 mm ഗ്യാപ്പ്. അതുകൂടാതെ ഈ സ്നഗിൽ നിന്ന് മുകളിലേക്ക് 2 mm. ഈ എഡ്ജ് ജോയിൻ്റ് ആയിട്ടിരിക്കും. ഇവിടെയാണ് കോണ്ടാക്റ്റ് വരുന്നത്. ഈ എഡ്ജ് ജോയിൻ്റ് ആയിരിക്കും. ഇവിടെ 2 mm ഗ്യാപ്പ്, ഇവിടെ 2 mm ഗ്യാപ്പ്. ഇത് നമ്മൾ ഫാം ലൈൻ വരച്ച് ജോയിൻ ചെയ്യും. ഈ ബ്ലോക്കിൻ്റെ ലൈൻ, ഫാം ലൈൻ വരയ്ക്കുക. ഇത് ബ്ലോക്കിൻ്റെ പീസാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈനാണ് ഈ വരച്ചത്. ഈ ലൈൻ ഈ സ്നഗ് മുതൽ അങ്ങോട്ടേക്കുള്ള ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. അതുകൂടാതെ ഈ ഇൻസൈഡ് ബുഷിൻ്റെ ഇൻസൈഡ് റേഡിയസും വരച്ച് ജോയിൻ ചെയ്യുക. മുകളിലേക്ക് വരച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാപ്പുണ്ട്. ഇനിയുള്ള അതെന്ന് പറയുന്നത് ഈ പാഡാണ്. പാഡിൻ്റെ ഡയമെൻഷൻസ് ഇത് റേഡിയസ് R150 ആണ് തന്നിരിക്കുന്നത്. R150 കോമ്പസിൽ എടുത്തിട്ട് ഇത് സ്പിയറാണ്, റേഡിയസ് അല്ല. ആക്ച്വലി ഈ ഷാഫ്റ്റ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്പിയർ ഷേപ്പിലുള്ള പാഡാണ് കൊടുത്തിരിക്കുന്നത്. താഴെ സ്പിയർ ഷേപ്പാണ്. നമ്മളൊരു സെക്ഷൻ എടുക്കുമ്പോൾ അത് റേഡിയസ് ആയിട്ട് കാണും. അപ്പോൾ അത് റേഡിയസിൻ്റെ അത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് അപ്രോക്സിമേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ റെക്സസ് വന്ന് നിൽക്കുന്ന പോയിൻ്റ് 14, ബേസിൽ നിന്നുള്ള ബ്ലോക്കിൻ്റെ അവിടെ മുതൽ മേളിലേക്കുള്ള 14 mm നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലൈനിലാണ് ഈ റേഡിയസ് വന്ന് എൻഡ് ചെയ്യുന്നത്. ആ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെക്സസിൻ്റെ സെയിം ലെവലിൽ ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് റേഡിയസ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരും. അപ്പോൾ ആ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ കോമ്പസ് വെച്ചിട്ട് 150 കോമ്പസിൽ എടുത്തിട്ട് ഈ സെൻട്രൽ ലൈനിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് സെൻറ്റർ ആക്കിയിട്ട് ഈ പോയിന്റ് മുതൽ ഒരു ആർക്ക് വരയ്ക്കുക. അതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഈ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് റേഡിയസ് കോമ്പസിൽ 150 എടുത്തിട്ട് സെൻട്രൽ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് അത് സെൻറ്റർ ആക്കിക്കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഇത് ആർക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്ക് ഇപ്പോൾ ഇൻ കേസ് 150 കിട്ടുന്നില്ലെങ്കിൽ 100 ആയാലും മതി. അപ്പോൾ അതൊരു ഇതിനകത്ത് നമുക്കൊരു ആർക്ക് സർഫസ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്പെറിക്കൽ ഷേപ്പാണ്. ആർക്കല്ലാതെ നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ ആർക്കായിട്ട് കാണുന്നതേ ഉള്ളൂ. ഇത് സ്പെറിക്കൽ ഷേപ്പാണ്. ഇനി ഇപ്പോൾ ഇത്രയും പോർഷൻ ഇവിടെ നമ്മൾ സെക്ഷൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയി. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ബുഷിൻ്റെ പീസ് ഇപ്പുറത്ത് വരും, ഫാം ലൈനായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ പോർഷൻ, ഈ ബുഷിൻ്റെ പോർഷൻ സെൻട്രൽ ലൈനിൽ ഇപ്പുറത്ത് വരയ്ക്കാനുണ്ട്. അതുകൂടാതെ ഈ ലൈനൊക്കെ ജോയിൻ്റ് ആയിട്ട് കാണും. നമ്മൾ ഈ ലൈൻ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ ബുഷിൻ്റെ ഈ ലൈൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഈ പോയിന്റ് മുതൽ ഇതുവരെ ഒറ്റ ലൈനായിട്ട് കാണും. അതുകൂടാതെ ഈ ബുഷിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബേസും ഈ ലൈനൊക്കെ കാണാൻ പറ്റും. ഈ ലൈൻ, ഈ ലൈൻ. അപ്പോൾ അതാണ് ഇനി വരയ്ക്കേണ്ടത്. ഈ ഡിസ്റ്റൻസ് 10 ആണ്. ഈ ഹൈറ്റ് 18 mm ആണ്. 18 mm ഇവിടുത്തെ അതേപോലെ തന്നെയാണ്. ഈ ഡിസ്റ്റൻസ് 10 mm, ഡിസ്റ്റൻസ് 10 mm, ഹൈറ്റ് 18 mm. ഇത് ജോയിൻ ചെയ്യാം. അതുകൊണ്ട് ഫിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ഹാച്ചിങ് ഒക്കെ കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസ് അകത്തൊരു ഗ്യാപ്പ്. ഇത് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ എന്താണ് ഫ്ലോറിലോ ടേബിളിൻ്റെ സർഫസിലോ കറക്റ്റായിട്ട് ഈ ബേസ് ബ്ലോക്ക് സീറ്റിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ഈ ഗ്യാപ്പ്. അതിപ്പോൾ അത് നമ്മൾ വരയ്ക്കണം. 2 mm ഗ്യാപ്പിൽ ഈ എഡ്ജിൽ നിന്ന് 19 mm മാറി, സെൻറ്ററിൽ നിന്ന് 12 mm മാറി. അത് നമ്മൾ ഇതിനകത്ത് വരച്ചിട്ടില്ല. അത് ഈ പോയിന്റിലായിട്ട് ഇത് വരയ്ക്കണം. ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് 12 mm മാറിയിട്ട് 3 mm ഹൈറ്റിൽ, അതുപോലെ ഇവിടെ നിന്ന് 19 mm മാറിയിട്ട് ഒരു ലൈൻ വരും. അത് ഡോട്ടർ ലൈനായിട്ട് കാണിക്കണം. അത് എല്ലാ പോയിന്റിലും ഇല്ല. ഈ പോയിന്റ് ഉള്ള ഇവിടെ നോക്കി കാണുന്നില്ല, ഈ എഡ്ജിലില്ല. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അതിലെ കമ്പോണൻസ് നമ്മൾ വരച്ച് കഴിഞ്ഞ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെക്ഷൻ എടുക്കാത്തതുകൊണ്ട് ഇവിടെ ഡോട്ടർ ലൈനായിട്ടേ കാണത്തുള്ളൂ. ഇവിടെ നമുക്ക് ഫാം ലൈനായിട്ട് കാണാം.
നമ്മളിവിടെ ഈ പോർഷനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണുന്നില്ല. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ റെക്സസ് ഓപ്പണിങ് ഗ്യാപ്പ് കാണുന്നില്ല. പക്ഷേ ഈ എൻഡിൽ ഇവിടെ നമ്മൾ സെക്ഷൻ എടുക്കുന്നതുകൊണ്ട് എഡ്ജ് ചെയ്ത് മാറി 12 mm ഗ്യാപ്പ് അല്ലെങ്കിൽ 19 mm എഡ്ജ് ചെയ്ത് മാറിയിട്ടാണ് ആ എക്സസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പോയിന്റിൽ അത് കാണാൻ പറ്റത്തില്ല. ഡോട്ടർ ലൈൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ, അതേ സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഹാച്ചിങ് ആണുള്ളത്. ഹാച്ചിങ് ഓരോ കമ്പോണൻസിനും ഡിഫറെൻറ്റ് രീതിയിൽ, ബ്ലോക്കിന് ഒരു രീതിയിൽ ഹാച്ച് ചെയ്യുക, ബുഷിന് ഒരു രീതിയിൽ, സ്നഗിന് അതുപോലെ പാഡിന് വേറെ രീതിയിൽ ഹാച്ചിങ് കൊടുത്തു കഴിഞ്ഞിട്ട് ഡയമെൻഷൻ ചെയ്യുക. ഇനി പ്ലാൻ വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ വ്യൂ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ബ്ലോക്കിൻ്റെ ഒരു റെക്റ്റാങ്കിൾ ബ്ലോക്ക് കാണും. അത് കൂടാതെ ഈ സ്ലോട്ട്, ഇത് ബോൾട്ട് ഫിക്സിങ്ങിന് വേണ്ടിയുള്ളതാണ്. 4 സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പിയറായിട്ട് കൊടുക്കാതെ ഇങ്ങനെ ഓവൽ ഷേപ്പിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് മൂവ്മെൻറ്റ് സ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും ഗ്യാപ്പ് വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലിപ്റ്റിക്കൽ ഷേപ്പിൽ 4 പോയിന്റിലും അതുണ്ടാകും. അപ്പോൾ ആ റെക്റ്റാങ്കിൾ ബ്ലോക്ക് കാണിക്കണം. അതുപോലെ ഈ ബോൾട്ടിൻ്റെ ഹോള്, എലിപ്റ്റിക്കൽ ഹോള് 4 സൈഡിൽ കാണിക്കണം. അതുകൂടാതെ സർക്കിൾ മേളിൽ നോക്കുമ്പോഴത്തേക്ക് കുറേ സർക്കിൾ എഡ്ജസ് കാണും. ഇത് 1, 2, മേളിലത് താഴത്തേയും കൂടെ ഒറ്റ ലൈനായിട്ട് കാണും. 3, 4, അപ്പോൾ 4 സർക്കിൾ ടോപ്പിൽ നിന്ന് കാണും. റെക്റ്റാങ്കിൾ ബ്ലോക്ക് കാണും, ഈ പോയിന്റ് കാണും. പിന്നെ ഈ റെക്സസ് ആണെങ്കിൽ ഡോട്ടഡ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിന് അടുത്ത് വരയ്ക്കേണ്ടത് പ്ലാൻ വ്യൂ ആണ്. ഹാച്ച് ചെയ്തതിന് ശേഷം പ്ലാൻ വ്യൂ. ഹാച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക്, ബുഷ്, സ്നഗ്, പാഡ്, ബ്ലോക്ക് കമ്പോണൻ്റാണ്. അപ്പോൾ ഇത് ഹാച്ചിങ് ചെയ്തതിന് പ്ലാൻ വ്യൂ ആണ് വരയ്ക്കേണ്ടത്. പ്ലാൻ വ്യൂ വരച്ച് ഡയമെൻഷൻ ചെയ്യാം. അതാണ് അതിൻ്റെ പ്ലാൻ വ്യൂ. ബ്ലോക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എഡ്ജ് ടു എഡ്ജ് 160, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 240. ഈ പോയിന്റ് മുതൽ ഇതുവരെ 120, ഈ പോയിന്റ് മുതൽ ഇതുവരെ 120, ഈ ഡിസ്റ്റൻസ് ഈ പോയിന്റ് മുതൽ ഇതുവരെ 80. റെക്റ്റാങ്കിൾ ബ്ലോക്ക് കിട്ടി. ജസ്റ്റ് ഈ സെൻറ്റർ ലൈൻ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഡൗൺവേർഡ് വരയ്ക്കണം. എഡ്ജസ് മാച്ച് ചെയ്യണം, സെയിം ഡയറക്ഷനിലാണ്. ഇനിയുള്ളത് ഈ വ്യൂവിൽ കാണുന്ന ഈ റേഡിയസിൻ്റെ സർക്കിള്, ഈ റേഡിയസിൻ്റെ സർക്കിള്, ഈ സർക്കിള്, ഈ സർക്കിൾ, അങ്ങനെ 4 സർക്കിൾ ഈ സെൻട്രൽ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ട്, ഈ പോയിന്റ് ബേസ് ചെയ്തുകൊണ്ട് വരും. ആ 4 സർക്കിളാണ് ഇനി വരയ്ക്കേണ്ടത്. 4 സർക്കിൾ വരച്ചിട്ടുണ്ട്. 4 സർക്കിൾ എന്ന് പറയുമ്പോൾ മുകളിൽ ബുഷിൻ്റെ ഇൻസൈഡ്, ഔട്ടർ, ബുഷിൻ്റെ ഇൻസൈഡ്, റെക്സസിൻ്റെ എഡ്ജ്, ഈ എഡ്ജ്, ഈ എഡ്ജ്, ഇത്രയാണ് കാണുന്നത്. ഈ പോയിന്റ് മുതൽ ഇതിലുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് സർക്കിൾ വരച്ചാൽ മതി, അല്ലെങ്കിൽ ഡയമെൻഷൻ ഡയറക്റ്റ് എടുക്കുക, വരയ്ക്കുക. ഇനി ഈ പോയിന്റിലൊക്കെ നമുക്ക് എലിപ്റ്റിക്കൽ ഹോൾ വരയ്ക്കണം, ബോൾട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ലൊക്കേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. വേറെ എഡ്ജ് ചെയ്യുന്നുള്ള ഡിസ്റ്റൻസൊക്കെ തന്നിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് നോക്കിയിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് 45 റൈറ്റിലേക്ക് മാറിയിട്ടാണ് ഈ പോയിന്റിൽ വരുന്ന, ഇവിടെ വരുന്ന ഹോളിരിക്കുന്നത്. ഈ സെൻട്രൽ ലൈനിൽ നിന്ന് 45 mm ഇങ്ങോട്ട് മാറിയിട്ട് ആണ് ഇരിക്കുന്നത്. അതുപോലെ എഡ്ജിൽ നിന്നാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് 30 mm മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ 30 mm, ഈ സെൻട്രൽ ലൈനിൽ നിന്ന് 45 mm, ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിൽ നിന്ന് 35 mm ഇൻസൈഡ്. അങ്ങനെയാണ് എല്ലാ ലൊക്കേഷനിലും അങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടിപ്പിക്കൽ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ അതാണ് വരയ്ക്കേണ്ടത്. ഇവിടെ 4 പോയിന്റിൽ നമ്മൾ അതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇലിപ്സിൻ്റെ സെൻറ്റർ പോയിന്റ്, ബോൾട്ട് ഫിക്സ് ചെയ്യുന്നതിൻ്റെ സെൻറ്റർ പോയിന്റ് ലൊക്കേഷൻ അനുസരിച്ച് തന്നിരിക്കുന്ന വാല്യൂ അനുസരിച്ച് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് വാല്യൂസ് കൊടുത്തിട്ട്, ഡയമെൻഷൻ കൊടുത്തിട്ട് എലിപ്സ് വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് 22 ആണ്,
തിക്നെസ് 16. അപ്പോൾ അതിൻ്റെ 16 എന്ന് പറയുന്നത് ഡയമീറ്റർ തന്നെ ആയിരിക്കും 16. അപ്പോൾ ഈ റേഡിയസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. 8 റേഡിയസാണ്. ഡിസ്റ്റൻസ് 22 ആണ്. അത് വെച്ചിട്ട് വേണം ഇത് വരയ്ക്കാൻ. ഇതുപോലെ എല്ലാ പോയിന്റിലും നമ്മളിത് 4 ലൊക്കേഷനിലും എലിപ്സ് വരച്ച് ജോയിൻ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് അത് പ്ലാൻ വ്യൂ ആവും. പിന്നെ ഈ ഇൻസൈഡ് ഈ ഗ്യാപ്പിൻ്റെ ഇത് വരയ്ക്കണം. അത് ഇവിടെ നിന്ന് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ മതി. ഡോട്ട് ലൈൻ നമുക്ക് ഇവിടെ കിട്ടും. ഈ എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നെ, ഈ ഡിസ്റ്റൻസ് തന്നെ ഇവിടെയും എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ സെൻറ്ററിൽ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ എഡ്ജിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 19 mm ആണ്. അപ്പോൾ ആ സെയിം ഡയമെൻഷൻ ഇവിടെ കൊടുക്കുക. ഈ പോയിൻ്റിൽ നിന്ന് ഈ ലൊക്കേഷൻ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 19 mm കൊടുക്കുക. അപ്പോൾ ഇൻസൈഡിൽ 2 സൈഡിലായിട്ട് ഡോട്ട് ലൈൻ വരും, ബ്ലോക്ക്. അപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോട്ട് ലൈൻ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് കറക്റ്റ് സർക്കിൾ എന്ന് പറയുന്നത് 16 വോൾട്ടിൻ്റെ ഡയമെൻഷനാണ്. 16 ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളാണ് കാണുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് M16 ബോൾട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡിസ്റ്റൻസ് 22 mm ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹൊറിസോണ്ടലായിട്ട്. അപ്പോൾ അത് 4 പോയിന്റിൽ വരയ്ക്കുക. ഈ ഡോട്ട് ലൈൻ വരയ്ക്കുക. സർക്കിൾ വരച്ച് കഴിഞ്ഞ് ഇത്രയാകുമ്പോഴത്തേക്ക് അത് ഫിനിഷ് ആവും. ഇനി ഇതിനകത്ത് ഡയമെൻഷൻസൊക്കെ ചെയ്യണം. എന്നിട്ട് ഈ ടൈറ്റിൽ ബ്ലോക്ക്, കമ്പോണൻസ് ലിസ്റ്റ്, ഐറ്റം ലിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയും. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഐറ്റം, ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, ഇത് മെറ്റീരിയൽ കോമ്പോസിഷനാണ്. ഗൺ മെറ്റൽ, ബുഷും പാഡും ഗൺ മെറ്റലാണ്. സ്നഗ് സ്റ്റീൽ കമ്പോണൻ്റാണ്. ബ്ലോക്ക് കാസ്റ്റ് ചെയിനാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് എൻജിനീയറിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഈ തന്നിരിക്കുന്ന ഡയമെൻഷൻസ് അതുപോലെ എല്ലാ കമ്പോണൻസിൻ്റെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. 1, 2, 3 ഐറ്റം മാർക്ക് ചെയ്യുക. ഐറ്റം ഡിസ്ക്രിപ്ഷൻ ബ്ലോക്ക് വരയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആകും.